ഇന്നലെ പ്രതിപക്ഷം നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നിയമസഭ ബഹിഷ്കരിച്ച് നേരെ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് പോയി. അവിടെ അവർ നടന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ ചെന്നു കേട്ടോ, പ്ലക്കാർഡുകളും ഒക്കെ പിടിച്ചുകൊണ്ട് ചെന്നു. ആശമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി പോയതാണ്. എല്ലാവരും പോയി ആശമാർക്ക് കൈ കൊടുക്കുന്നു. അവർ നിരാഹാരം അവിടെ കിടക്കുകയാണ്, തെരുവിൽ കിടക്കുകയാണ്, വെയിൽ കൊള്ളുന്നു. അവരങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പാടിൽ കിടക്കുകയാണ്. അവർ പോയി കണ്ടു, അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് മാത്രമല്ല, സർക്കാർ, അതായത് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളും മന്ത്രിമാരും ഒക്കെ ഇവരെ ഇങ്ങനെ ആക്ഷേപിക്കുന്നതിനെ കുറിച്ചൊക്കെ അവിടെ ഘോരഘോരം സംസാരിച്ചു. അപ്പോൾ അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് രാവിലെ തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം, ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. ഏതെങ്കിലും വിധത്തിൽ ഈ സമരം ഇവരുടെ അവസാനിപ്പിക്കാൻ ഒരു മാർഗം നോക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി അത് ഇനി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണാനായിട്ട് ഇവിടുത്തെ ആരോഗ്യമന്ത്രി അങ്ങോട്ട് അയച്ചത്, റോക്കറ്റിനകത്ത് കയറ്റി അയച്ചിട്ടുണ്ട് കേട്ടോ, ഡൽഹിയിലോട്ട് അയച്ചിട്ടുണ്ട്. അവിടെ ഒന്നും അറിയിക്കാതെയും കാണാതെയും ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേറെ ജോലിയില്ലാത്തവരൊന്നും അല്ല കാണാൻ. അവർക്ക് ഒരുപാട് ജോലിയൊക്കെ ഉണ്ട്. ഇതുപോലെ ഇവിടെ പോലെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതല്ല അവരുടെ ജോലി. അവർക്ക് അവിടെ ഇരുന്ന് ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് ആ ജോലിയുടെ ഇടയിൽ അവർ നേരത്തെ അറിഞ്ഞ് അപ്പോയിൻമെൻറ്റ് എടുക്കാതെ അവർക്ക് കാണാൻ കിട്ടത്തില്ല. അവരെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആജ്ഞയും അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാൻ ഒന്നുമല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ കാണാനിരിക്കുന്നവരല്ല അവർ. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇതിനു വേണ്ടി പോയതല്ല ഈ പറയുന്നത്. മന്ത്രി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. മന്ത്രി അയച്ചത് ഇതിനൊന്നുമല്ല, ക്യൂബൻ സംഘത്തെ കണ്ട് സംസാരിക്കാൻ അയച്ചതാണ്. ആ കൂട്ടത്തിൽ അംഗവും കാണാം, താളി ഓടിക്കാം എന്നുള്ള ഒരു ശ്രമം പതുക്കെ ഒന്നും നടത്തി. വെറുതെയാണ്, ഒന്നും ശ്രമിച്ചില്ല. യഥാർത്ഥത്തിൽ യാതൊരു ശ്രമവും യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു കാര്യമല്ലത്. ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുക്കത്തില്ലേ ഇങ്ങനെ പോകാനാണെങ്കിൽ? ഇനി വിളിച്ചാലും അങ്ങോട്ട് ചെന്നേക്കാം. കാരണം ഇവിടെ ഇപ്പോൾ യവന്മാരുടെ പാവങ്ങളുടെ പണം ഉണ്ടല്ലോ, നികുതി പണം ഉണ്ടല്ലോ, അതെടുത്ത് ഫ്ലൈറ്റിനകത്ത് ബിസിനസ് ക്ലാസ് കയറി പോയാൽ പോരെ. അങ്ങോട്ടെങ്കിൽ ചെല്ലാം, ഏത് സമയത്ത് വേണമെങ്കിലും. ഇനി വിളിച്ചാൽ എപ്പോഴെങ്കിലും വിളിച്ചാൽ സൗകര്യമായിട്ട് പോകാം. എപ്പോഴെങ്കിലും വിളിച്ചാൽ സൗകര്യമായിട്ട് പോകാമെന്ന് കേട്ടോ. നാണമില്ലേ ഇതുപോലുള്ള വർത്തമാനം പറയാൻ? ഇനി ഇത് പറയാനല്ല ഞാൻ തുടങ്ങിയത്. ആശമാർക്ക് ഐക്യദാർഢ്യമൊക്കെ കൊടുത്ത് പോയി വെയിലുമൊക്കെ കൊണ്ട് റെഡിയായി വന്നു. എന്നിട്ട് വൈകുന്നേരം AC-യുടെ ശീതള ചായ്മയിൽ ഇരുന്നുകൊണ്ട് അന്തസ്സായിട്ട് കേട്ടോ വെട്ടി വിഴുങ്ങി ഇഫ്താർ പാർട്ടി. ഈ ഇഫ്താർ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഇഫ്താർ സംഗമമൊക്കെ ഇവർ ഈ നമ്മുടെ സഹോദരിമാർ, അമ്മമാർ ഈ തെരുവിൽ പട്ടിണി കിടക്കുമ്പോഴാണോ ഇവിടെ ഇഫ്താർ ഉണ്ണാൻ പോകുന്നത്? ഇവർ ഇഫ്താർ ബഹിഷ്കരിച്ചിട്ട് പറയണമായിരുന്നു ഞങ്ങളിതിനില്ല, കാരണം ഇതിനൊരു തീരുമാനമാക്കിയിട്ട് നിങ്ങൾ ഞങ്ങളെ വിളിച്ചോളൂ. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി കമലയും കൂടാണ് ഈ അതിഥികളെല്ലാം സ്വീകരിച്ചത്. എല്ലാവരും യാതൊരു കുഴപ്പമില്ലാതെ, മത അധ്യക്ഷന്മാരും അതുപോലെ തന്നെ മന്ത്രിമാരും നിയമസഭാ സാമാജികരും ഒക്കെ, അതുപോലെ വളരെ സാംസ്കാരിക പ്രവർത്തകരെന്ന് പറയുന്നവരും വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസും ഒക്കെ, അതെന്തോ പേഴ്സണാലിറ്റിയാണെന്ന് എനിക്കറിയത്തില്ല, അവരെല്ലാം പോയി അവിടെ ഇരുന്ന് ഈ ആതിഥ്യം സ്വീകരിച്ച് ഇതുമൊക്കെ വെട്ടി വിഴുങ്ങി ഫുഡ് അടിച്ചിട്ട് പോരുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇവർ തെരുവിൽ അന്നേരം പട്ടിണി കിടക്കാണ് ഈ പാവങ്ങൾ. അപ്പോഴാണ് ഇവിടെ പോയിരുന്നിട്ട് ഇതുപോലെ ഇത് കഴിക്കുന്നത്. നിങ്ങൾ നിയമസഭ ബഹിഷ്കരിച്ചല്ലോ, നാണമില്ലേ നിങ്ങൾക്ക് ഇത് പോയി സ്വീകരിക്കാൻ? ഞങ്ങൾ ഇതുപോലെ അവർ പട്ടിണി കിടക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർ തെരുവിലാണ്, അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാതെ ഞങ്ങളില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അന്തസ്സില്ലായിരുന്നു. ശ്രീ VD സതീശൻ, നിങ്ങൾ ചിന്തിക്കണം. ആ നാട്ടുകാരെ കാണിക്കാനും ആളുകളെ കാണിക്കാനും വെള്ളമെടുപ്പിട്ടുകൊണ്ട് സെക്രട്ടറിയോടെ പോയാൽ പോരാ. നിങ്ങൾ വേണ്ടത് ഇതേപോലുള്ള പ്രതികരണമായിരുന്നു നിങ്ങളിൽ വേണ്ടത്. നിയമസഭ നിങ്ങൾ ബഹിഷ്കരിച്ചു, ഒരു മെച്ചപ്പാടുമില്ല. ബഹിഷ്കരിക്കാം, അവിടെ പോയിരുന്ന് അതിനകത്തിരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ഉറക്കം വരുന്നതിനേക്കാളും നല്ലത് ബഹിഷ്കരിക്കുന്നതല്ലേ. പക്ഷെ ഇതിന് ഈ ചാപ്പാട് കഴിക്കുന്നതിന് യാതൊരു ബഹിഷ്കരണമല്ല. എല്ലാവരും പോയി അവിടെ പോയിരുന്നു, കണ്ടു. അവിടെ എല്ലാവരും ഇരിപ്പുണ്ട്, എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ, മുഴുവൻ കേട്ടോ. ഈ തെരുവിൽ അവർ അവിടുന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പാവങ്ങൾ കിടക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വാങ്ങിച്ച് കിട്ടിയ സാധനം എല്ലാം കൂടെ താങ്ങിയെടുത്ത് അവർക്ക് കൊണ്ട് കൊടുത്തിരുന്നെങ്കിലും മനസ്സിലാവും നിങ്ങൾക്ക് ഒരു പ്രതിഷേധം ഉണ്ടെന്ന്. ഞങ്ങൾ ഇതെടുത്തുകൊണ്ട് പോവുകയാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കത്തില്ല, ഞങ്ങളുടെ സഹോദരിമാരോടൊപ്പം ഇരുന്ന് ഇത് കഴിക്കാൻ പോവുകയാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. അതിലൊക്കെ നല്ലത് നിങ്ങൾ നിയമസഭ ബഹിഷ്കരിച്ച് ഇത് നിങ്ങൾക്ക് ബഹിഷ്കരിക്കാമായിരുന്നു. അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിരുന്നത്. അതിന് പകരം
ഈ തെരുവിൽ അവർ പട്ടിണി കിടക്കുമ്പോൾ AC പോയിരുന്നിട്ട് ഈ ആഹാരം കഴിക്കുകയായിരുന്നില്ല വേണ്ടത്. ഇനി ഇങ്ങനെ ഇതൊക്കെ നടത്തിയാൽ എന്താ പ്രയോജനം? ഈ ഇഫ്താർ വരുന്നെന്നൊക്കെ പറയുന്നത് നോമ്പിന് ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. നോമ്പിന് ചെയ്യേണ്ട വലിയ നല്ല കാര്യങ്ങളാണ് നോമ്പിന് ചെയ്യേണ്ടത്. അതെങ്ങനെയാണോ ഈ ചെയ്യുന്നത്? ഒന്നുമല്ലല്ലോ, ഇത് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. ഇതിന് സർക്കാർ ഫണ്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത് അല്ലാതെ വീട്ടിൽ നിന്ന് തേങ്ങ വെട്ടി പൈസയൊന്നും അല്ലത് എടുത്ത് ചിലവാക്കുന്നേ. ഫണ്ടുണ്ട്, അത് എടുത്തൊക്കെ ചിലവാക്കും. പക്ഷെ അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഈ തീറ്റ കൊടുക്കുന്നതിനൊന്നും. പക്ഷെ ഈ പട്ടിണി കിടക്കുന്ന പാവങ്ങൾക്കുണ്ടല്ലോ, അവര് നോക്കുമ്പോൾ അവർ SDP ഐക്കാരും പിന്നെ വേറെ തോന്നുന്നു അവർ ജമാഅത്ത് ഇസ്ലാമിക്കാരും അതുപോലെ തന്നെ വേറെ പിരിവ് സംഘടനകളും ബക്കറ്റ് പിരിവുകാരും ഒക്കെ ആയിട്ട് അവർ മാറും. അതാണ് നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട്. നല്ലതല്ല ഇത്, ശരിയല്ല ചെയ്യുന്നത്.